കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാന കലയുടെ ഐതിഹ്യം, പുരാവൃത്തം അത് പറഞ്ഞു വരുമ്പോൾ ദാരിക നിഗ്രഹത്തിനായി ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച ശ്രീ ഭദ്രകാളി എന്ന ദേവി, ആ ദേവിയുടെ രൂപം വരച്ച് അതിന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള സ്തുതിഗീതങ്ങൾ ആലപിച്ച് മറ്റ് അനുബന്ധമായ 10ഓളം ചടങ്ങുകൾ ഇതിനോട് ബന്ധിച്ച് നടത്തപ്പെട്ട് അവസാനിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് കളമെഴുത്തും പാട്ടും. ദാരികൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ദേവഗണങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സന്ദർഭത്തിലാണ് ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് അതിഭീകരമായ ഭദ്രകാളി രൂപം ജന്മം കൊള്ളുന്നത്. വളരെ ഘോരമായ യുദ്ധത്തിനൊടുവിൽ ദാരികനെ ഭദ്രകാളി വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഘോരരൂപിണിയായി കലിപൂണ്ട് വളരെ ബൃഹത്തായ രൂപത്തോടുകൂടി ഭൂമിയിൽ സംഹാര താണ്ഡവം ആടി നടന്ന ഭദ്രകാളിയെ ശിവൻ ഭൂമിയിലെ സജ്ജനങ്ങൾക്ക് നല്ലത് വരുത്തുന്നതിന്, ഭദ്രത്തെ നൽകുന്നതിന്, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നതിലേക്കായി ഭൂമിയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭൂമിയിൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ, ഭദ്രകാളി സങ്കല്പത്തിലുള്ള ആരാധനാക്രമങ്ങൾ ആവിർഭവിച്ചു. അത് വളരെ പൗരാണികമായ കാലത്ത് നടന്നതെങ്കിൽ പോലും ഇപ്പോഴും വളരെ പ്രൗഢിയോടെ അത് നിലനിൽക്കുന്നു. ഭദ്രകാളിയുടെ യുദ്ധ അവസരത്തിലുള്ള അതിഭീകരമായ ബൃഹത്തായ രൂപഭാവങ്ങൾ ആണ് കളമെഴുതുന്നതിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. 2 കൈ, 4 കൈ, 8 കൈ, 16 കൈ, 32 കൈ, 64 കൈ എന്നിങ്ങനെ ബൃഹത്തായ രൂപഭാവങ്ങളിൽ ഭദ്രകാളി കളങ്ങൾ എഴുതപ്പെട്ടു വരുന്നു. കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരിപ്പു കട്ടി അപ്പമാട പയറോടെ മാമ്പഴം, കരുത്തോടെ മടവയർ ഇടിച്ചവൽ തരിപ്പണം, കരിപ്പുകട്ടി അപ്പമാട പയറോടെ മാമ്പഴം, വറുത്തരി ചുടുകൂരു തേൻ കാർന്നൽ തേനുറ, വറുത്തരി ചുടുകൂരു
അപ്പവും വറുത്തരി ചുടുകൂരു തേനൽ തേനുറ പൊരിമലരുരു കൂനെയ് വെന്തെഴുന്ന അപ്പവും വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വഴി പോലെ തരുവൻ ഞാൻ കുടവയർ നിറയവേ വരിക്ക നൽ ചുള കദളി വാഴ നൽ കനികളോ വഴി പോലെ തരുവൻ ഞാൻ കുടവയർ നിറയവേ അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അരിപ്പമന്യേ നന്മലർ അണിഞ്ഞ മാല പൂക്കുല അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി അലങ്കരിച്ച പന്തലിൽ എഴുന്നരുൾ ഗണപതി. കളം എഴുതുന്നത് പഞ്ചവർണ്ണപ്പൊടികൾ ഉപയോഗിച്ചാണ്. കളത്തിലെ ചിത്രരചനാ സമ്പ്രദായം ഭൂതവടിവ് ആധാരമാക്കിയാണ്. ഭൂതവടിവ് എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു ചിത്രരചനാ സമ്പ്രദായമാണ്. പഞ്ചവർണ്ണപ്പൊടി 5 നിറങ്ങളിലുള്ള പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ്. കറുപ്പ്, വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ് ഇത്യാദി 5 നിറങ്ങൾ പഞ്ചഭൂതാത്മക തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമായ ഒന്നാണ് എന്നാണ് ഭാരതീയമായ ആധ്യാത്മിക തത്വം പറയപ്പെടുന്നു. ആ തത്വപ്രകാരം തന്നെ പഞ്ചവർണ്ണപ്പൊടികൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ദേവിയുടെ രൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിലെ ആന്തരികമായ തത്വം എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കരിരുൾ നിറമോത്ത തിരുമൂടി തൊഴുന്നേൻ കരിരുൾ നിറമോത്ത തിരുമൂടി തൊഴുന്നേൻ കനൽ കണ്ണും തിരുനേറ്റി തിലകം കൈ തൊഴുന്നേൻ കരിരുൾ നിറമോത്ത തിരുമൂടി തൊഴുന്നേൻ കനൽ കണ്ണും തിരുനേറ്റി തിലകം കൈ തൊഴുന്നേൻ ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ തേഞ്ചോരിഞ്ഞധരം പല്ലൊടു നാവും തൊഴുന്നേൻ ജ്വലിക്കുന്ന മിഴിയോ നാസിക കവിൾ തൊഴുന്നേൻ തേഞ്ചോരിഞ്ഞധരം പല്ലൊടു നാവും തൊഴുന്നേൻ വരണ കുഴക്കമ്പി ഇവരണ
രണ്ടും തൊഴുന്നേ വരണ കുഴ കമ്പി ഇവ രണ്ടും തൊഴുന്നേ മാനിച്ച കുരലാരം അരഭത്തെ തൊഴുന്നേ വരണ കുഴ കമ്പി ഇവ രണ്ടും തൊഴുന്നേ മാനിച്ച കുരലാരം അരഭത്തെ തൊഴുന്നേ മാർവീടം വളർത്താലി മണിമാല തൊഴുന്നേ മാർവീടം വളർത്താലി മണിമാല തൊഴുന്നേ തങ്കും നിൻ കരം വാൾവട്ടക ശൂലം തൊഴുന്നേ മാർവീടം വളർത്താലി മണിമാല തൊഴുന്നേ മഹാമേരുവിനെ വെന്ന തിരുമൂല തൊഴുന്നേ ദാരുകൻ തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേ ദാരുകൻ തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേ തങ്കും നിൻ കരം വാൾവട്ടക ശൂലം തൊഴുന്നേ ദാരുകൻ തല വെട്ടി പിടിച്ച കൈ തൊഴുന്നേ തങ്കം നിൻ കരം വാൾവട്ടക ശൂലം തൊഴുന്നേ അരയാലിന്തിലയോ തോരുദരം കൈ തൊഴുന്നേ അരയാലിന്തിലയോ തോരുദരം കൈ തൊഴുന്നേ അലർശരവടി ഓമൽ ചുഴിവോ കൈ തൊഴുന്നേ അരയാലിന്തിലയോ തോരുദരം കൈ തൊഴുന്നേ അലസരവടി ഓമൽ ചുഴിവോ കൈ തൊഴുന്നേ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേ തുകിൽ പട്ടിൻ പുറമേ പൊന്നുടഞ്ഞാണു തൊഴുന്നേ ഞൊറിഞ്ഞ പൂന്തുകിലോ പട്ടുടയാട തൊഴുന്നേ തുകിൽപട്ടിൻ പുറമേ പൊന്നുടഞ്ഞാണു തൊഴുന്നേ വാരണകരം വെന്ന തൃത്തൂട തൊഴുന്നേ വാരണകരം വെന്ന തൃത്തൂട തൊഴുന്നേ കേതകി മലരോത്ത കണങ്കാൽ കൈ തൊഴുന്നേ വാരണകരം വെന്ന തൃത്തൂട തൊഴുന്നേ കേതകി മലരോത്ത കണങ്കാൽ കൈ തൊഴുന്നേ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേ കോമരമിളകുന്ന ചിലമ്പോലി തൊഴുന്നേ കേവലം പുറവടി വിരലോ കൈ തൊഴുന്നേ കോമരമിളകുന്ന ചിലമ്പോലി തൊഴുന്നേ മുടിതോട്ടങ്ങടിയോള മുടൽ കണ്ടു തൊഴുന്നേ മുടിതോട്ടങ്ങടിയോള മുടൽ കണ്ടു തൊഴുന്നേ
കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാനത്തിലെ ഗാനങ്ങൾ അല്ലെങ്കിൽ സ്തുതികൾ, പാട്ടുകൾ, ധ്യാനങ്ങൾ ഇവ ഏതേത് കാലത്തിൽ ആരിൽ നിന്ന് എപ്പോൾ രൂപപ്പെട്ടു എന്ന് പറയാൻ എളുപ്പമല്ല. വളരെയേറെ പഴക്കം ചെന്ന ഒരു സാഹിത്യ ആലാപന ശൈലി, താളവ്യവസ്ഥ, അതുപോലെ പ്രകൃതിപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഒക്കെ തന്നെ നിറഞ്ഞ ഒരു എല്ലാം കൂടിച്ചേർന്ന ഒരു ഗാനപദ്ധതിയാണ് കളമെഴുത്തും പാട്ടിലെ ഗാനപദ്ധതി. വളരെയേറെ പഴക്കം ചെന്ന ഭാഷാന്തരങ്ങൾ ഇതിൽ പലപ്പോഴായി നമുക്ക് കേൾക്കാൻ പറ്റും. വളരെയേറെ സവിശേഷത അല്ലെങ്കിൽ പൗരാണികത, ദൈവീകത, പവിത്രത, വിശേഷണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു പുണ്യ ചടങ്ങാണ് കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാനം അവതരിപ്പിക്കുന്നതിലൂടെ നൂറ്റാണ്ടുകളായി കേരള ജനത അനുഭവിച്ചു വരുന്നു. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഇട്ടിതോരേ കളമുറക വെച്ചിതോരേ ശിവംബോലിക്ക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഭഗവതിമാരെഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ. ഭഗവതിമാരെഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ. തുകിലാലെ തൂൺ പൊതിക തോരണങ്ങൾ നാട്ടിവയ്ക്ക. ഭഗവതിമാരെഴുന്നള്ളുമ്പോൾ എന്തുകൊണ്ടിട്ടലങ്കരിപ്പൂ. തുകിലാലെ തൂൺ പൊതിക തോരണങ്ങൾ നാട്ടിവയ്ക്ക. അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക. അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക. എതിരേറ്റിങ്ങകത്തു കൊണ്ടാൽ പള്ളിപീഠം കുടികൊള്ളമ്മേ. അതിനാലേ അരിയറിയുക എതിരേറ്റിങ്ങകത്തു കൊള്ളുക. എതിരേറ്റിങ്ങകത്തു കൊണ്ടാൽ പള്ളിപീഠം കുടികൊള്ളമ്മേ. പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക. പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക.
ഇവർ തരുന്ന പൂജ കൊണ്ടാൽ ഇവർക്കു നന്മകൾ വരുത്തി വയ്ക്ക. പള്ളിപീഠം കുടികൊണ്ടാലോ ഇവർ തരുന്ന പൂജ കൊള്ളുക. ഇവർ തരുന്ന പൂജ കൊണ്ടാൽ ഇവർക്കു നന്മകൾ വരുത്തി വയ്ക്ക. സന്തതിയോ കൊടുത്തിടേണം, തറവാടും തഴച്ചിടേണം. സന്തതിയോ കൊടുത്തിടേണം, തറവാടും തഴച്ചിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. സന്തതിയോ കൊടുത്തിടേണം, തറവാടും തഴച്ചിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം. ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ആളടിയാർ കന്നുകാലി ഗുണം വരുത്തി കൊടുത്തിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം. വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. വിത്തോടെ വിളഭൂമിയും വിളവിനങ്ങളും നൽകിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. നോവേറും വ്യാധികളും വ്യാധികളും അകറ്റിടേണം. നോവേറും വ്യാധികളും വ്യാധികളും അകറ്റിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. നോവേറും വ്യാധികളും വ്യാധികളും അകറ്റിടേണം. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ. ഭഗവാന്റെ തിരുമകളെ ഭഗവതി നീ എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഓ തരിക ദേവിയെല്ലാം പോന്നുറക പൂങ്കളത്തിൽ. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി നീ എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി നീ എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക. ഭഗവാന്റെ തിരുമകളെ ഭഗവതി എഴുന്നരുൾക.